ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ പറ്റിയാണ് പഠിച്ചത്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പ്രത്യേകം നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിലും ആ ടോപ്പിക്കിൽ വരുന്ന പോർഷൻസ് നമുക്ക് പഠിക്കാനായിട്ട് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പഠിക്കണമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ CVP അനാലിസിസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. CVP അനാലിസിസിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കും. അതിൻ്റെ കൂടെ തന്നെ 2-3 ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് തന്നെയാണ്. ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഒരു ഹയർ വേർഷനാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിലുള്ള അനാലിസിസ് ആണ് ഈ CVP അനാലിസിസ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയാം. എന്തായിരുന്നാലും കഴിഞ്ഞ വീഡിയോ നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ് പഠിച്ചത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് CVP അനാലിസിസ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പം ബ്രേക്ക് ഈവൻ അനാലിസിസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിവിടെ ഡിസ്കസ് ചെയ്തു. അതായത് ഈ മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്ന ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും ലേബർ കോസ്റ്റും, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റിന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ് എന്നും എന്തുകൊണ്ടാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വരുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കോൺട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഒരു തിയറിറ്റിക്കലായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ആക്ച്വലായിട്ട് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമുക്ക് ഇത് ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാനൊക്കത്തില്ല. ഒരുപാട് മോഡിഫിക്കേഷൻസ്, ഒരുപാട് കൺസ്ട്രെയിൻസ് ഒക്കെ വെച്ച് മാത്രമേ, ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് മാത്രമേ നമുക്ക് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ബേസിക്കലി തിയറിറ്റിക്കലായിട്ടുള്ള ആസ്പെക്റ്റ്, തിയറിറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റാണെന്ന് പറയാം ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ്. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാക്ടേഴ്സ് അസ്യൂം ചെയ്താണ്, അല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ അസംഷൻസിൻ്റെ ബേസിലാണ് ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന തിയറി ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിയൽ ലൈഫും അസംഷനുമായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇവിടെ ഇപ്പം മെഷീൻ്റെ കോസ്റ്റ് 10,000 rupees ആയിട്ട് എടുത്തു. റിയൽ ലൈഫിൽ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഫിക്സഡ് അല്ല. ഇപ്പോൾ റിയൽ ലൈഫിൽ ഇപ്പോൾ ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ മെഷീൻ്റെ കോസ്റ്റ് 10,000 rupees ആണെന്ന് പറഞ്ഞു. അത് എത്ര പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്യാനും ആ മെഷീൻ്റെ കോസ്റ്റ് 10,000 തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നെങ്കിലും, അല്ലെങ്കിൽ 1000 പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്താലും, 10,000 പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്താലും, ഈവൻ 1 lakh പ്രോഡക്റ്റ്സ് മാനുഫാക്ചർ ചെയ്താലും മെഷീൻ്റെ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. മെഷീൻ്റെ കോസ്റ്റ് അതുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. 10,000 rupees കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ റിയൽ ലൈഫിൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. റിയൽ ലൈഫിൽ ആ മെഷീനിന് ഒരു കപ്പാസിറ്റി കാണും. മേ ബി ഒരു മെഷീന് പെർ മന്ത് 1000 യൂണിറ്റ്സ് വെച്ച് 1000 പ്രോഡക്റ്റ്സ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള കപ്പാസിറ്റി ലിമിറ്റേഷനൊക്കെ കാണും. അപ്പോൾ ആ കമ്പനിക്ക് ഒരു മാസം 2000 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ 2 മെഷീൻ വേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ഒരു മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തന്നെ അതിന് എനർജി കൺസപ്ഷൻ ഉണ്ട്. ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോസിൽ ഫ്യൂവലോ വെച്ചിട്ടായിരിക്കും ആ മെഷീൻ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം റിയൽ ലൈഫിൽ വരുന്നുണ്ട്. മാത്രമല്ല, ചിലപ്പോൾ മെഷീൻ എന്ന് പറയുന്നത് ചിലപ്പം ബ്രേക്ക് ഡൗൺ ആയെന്ന് വരാം. ബ്രേക്ക് ഡൗൺ ആയപ്പോൾ മാത്രമല്ല, ഒരുപാട് യൂസ് ചെയ്യുമ്പോഴേക്കും മെഷീൻ പഴയതാവും. അപ്പോൾ ആ മെഷീനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും, പുതിയ മെഷീൻ വാങ്ങിക്കേണ്ടി വരും. പുതിയ മെഷീന് ചിലപ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിൽ വരുന്നുണ്ട്. ചിലപ്പോൾ മെഷീൻ അത്രത്തോളം കപ്പാസിറ്റി കാണത്തില്ല. ഇപ്പം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻ തന്നെ 1-ൽ കൂടുതൽ മെഷീൻസ് ആ കമ്പനിയിൽ വേണ്ടി വരാം. ചിലപ്പോൾ ഒരു കമ്പനിയിൽ പെർ മന്ത് 10,000 യൂണിറ്റ്സ് വെച്ച് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അവർ വാങ്ങിച്ച് വെച്ചിരുന്ന മെഷീൻ ചിലപ്പോൾ 2000 യൂണിറ്റ്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 5 മെഷീൻ ചിലപ്പോൾ അവർക്ക് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവാം. പിന്നെ എനർജി കൺസപ്ഷൻ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഫോസിൽ ഫ്യൂവലിൻ്റെ കോസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ മെഷീൻ്റെ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ബ്രേക്ക് ഈവൻ അനാലിസിസിൽ എത്ര പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയാലും, 1 യൂണിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും, 100 എണ്ണം ഉണ്ടാക്കിയാലും, 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും, 1 lakh യൂണിറ്റ്സ് ഉണ്ടാക്കിയാലും മെഷീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ തന്നെയായിരിക്കും എന്നുള്ള അസംഷനിലാണ് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. മെഷീൻ്റെ കോസ്റ്റിലും ഒരു വേരിയേഷൻ ഉണ്ടാവും. വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മെഷീൻ്റെ കോസ്റ്റും കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ ആ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്, അസംഷൻ മാത്രമാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം. അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് എടുക്കുക. ഈ വേരിയബിൾ കോസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ്, ഇവിടെ ഈ കേസിൽ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് 50 rupees ആയിട്ട് വന്നു. 50 rupees ആയിട്ടാണ് എടുത്തത്. അതായത് ഒരു യൂണിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ 50 rupeesൻ്റെ റോ മെറ്റീരിയൽസ് വേണം. 2 യൂണിറ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ 100 rupeesൻ്റെ റോ മെറ്റീരിയൽസ് വേണം. ഇങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കമ്പനീസിൽ ബൾക്കായിട്ടായിരിക്കും റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ 50 യൂണിറ്റ്സ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കുമ്പോഴും 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ്
വാങ്ങിക്കുമ്പോഴുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് യൂണിറ്റ് കോസ്റ്റ് തന്നെ. ചിലപ്പം ഒരുപാട് ക്വാണ്ടിറ്റി ബൾക്ക് ഓർഡറിൽ പർച്ചേസ് ചെയ്യുകയാണ്, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണല്ലോ. ബൾക്ക് ഓർഡറിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് കിട്ടും. അത് ചിലപ്പം 100 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോഴും 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോഴും ഉള്ള പർച്ചേസിൻ്റെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. എപ്പോഴും 50 റുപ്പീസ് ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പം ഒരു 10,000 യൂണിറ്റ്സ് 10,000 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 50 റുപ്പീസ് ആയിരിക്കും, ചിലപ്പോൾ 45 റുപ്പീസിനോ അല്ലെങ്കിൽ 40 റുപ്പീസിനോ നമുക്ക് കിട്ടിയെന്നിരിക്കും. അപ്പോൾ അതായത് ബൾക്ക് ഓർഡർ ഉണ്ട് എങ്കിൽ റോ മെറ്റീരിയൽസിന് ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ അങ്ങനെ അത് റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷേ ആ ഒരു സംഭവം നമ്മൾ ഈ ബ്രേക്കിംഗ് അനാലിസിസ് കൺസിഡർ ചെയ്യുന്നതില്ല. ഇവിടെ നമ്മൾ എത്ര പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ഈ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടും എന്നേ പറയുന്നുള്ളൂ. ഈ ഡിസ്കൗണ്ട് കിട്ടുന്ന പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കിട്ടുന്ന ആ കാര്യങ്ങളൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഈ വേരിയബിൾ കോസ്റ്റും സത്യം പറഞ്ഞാൽ ഒരു അസംഷനാണെന്ന് പറയാം. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് 50 റുപ്പീസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ചിലപ്പം സാലറി കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ചിലപ്പം ലേബർ കോസ്റ്റിലും വേരിയേഷനൊക്കെ വരാം. പക്ഷേ അങ്ങനത്തെ വേരിയേഷനൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതേയില്ല. അപ്പം ഈ വേരിയബിൾ കോസ്റ്റും ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് വരുന്നു, അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂടുമെങ്കിലും ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് വരുന്നു, ഡിസ്കൗണ്ട് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്ന അസംഷനിലാണ് ഈ ബ്രേക്കിംഗ് അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാടുണ്ട്. മാത്രമല്ല ഈ സെല്ലിംഗ് പ്രൈസ് നമ്മളിവിടെ 110 റുപ്പീസ്, ഈ കേസിൽ സെല്ലിംഗ് പ്രൈസ് 110 റുപ്പീസ് എന്ന രീതിയിലാണ് നമ്മളെടുത്തത്. ഇവിടെയും ബൾക്ക് ഡിസ്കൗണ്ടിനെ പറ്റി നമ്മളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ചിലപ്പം നമ്മൾ 110 രൂപയ്ക്കായിരിക്കും കൊടുക്കുന്ന. അതേസമയം ഒരു 100 പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ 1000 പ്രോഡക്റ്റ്സ് ഒരുമിച്ച് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായിരുന്നാലും ബൾക്ക് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. 110 റുപ്പീ 110 റുപ്പീസിനായാലും ചിലപ്പോൾ 105 റുപ്പീസിനായിരിക്കും നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ 10,000 പ്രോഡക്റ്റ്സ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ബൾക്ക് ഡിസ്കൗണ്ട് വരുന്ന ആ ഒരു കേസൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നേയില്ല. റിയൽ ലൈഫിൽ ബൾക്ക് ഡിസ്കൗണ്ട് എല്ലാം വരും, സെല്ലിംഗ് പ്രൈസിലും ബൾക്ക് ഡിസ്കൗണ്ടൊക്കെ വരും. അപ്പോൾ അത് നമ്മളിവിടെ ബ്രേക്കിംഗ് അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരുപാട് അസംഷൻസ് ബേസ് ചെയ്താണ് ഈ ബ്രേക്കിംഗ് അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ബ്രേക്കിംഗ് അനാലിസിസ് നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തില്ല. ഒരുപാട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി മാത്രമേ നമുക്ക് ബ്രേക്കിംഗ് അനാലിസിസ് നമുക്ക് കണ്ടക്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ റിയൽ ലൈഫിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ലിമിറ്റഡ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ബ്രേക്കിംഗ് അനാലിസിസ് ഇങ്ങനത്തെ കുറച്ച് അസംഷൻസും കൂടെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്രേക്കിംഗ് അനാലിസിസ്. അത് അവിടെ കഴിഞ്ഞു. നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള CVP അനാലിസിസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് എന്നിട്ട് ഷോർട്ട് ഫോമാണ് CVP എന്ന് പറയുന്നത്. ഈ CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബ്രേക്ക് ഈവൻ അനാലിസിസ് തന്നെയാണ്. അതിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബ്രേക്ക് ഈവൻ അനാലിസിസ് പ്രകാരം നമ്മൾ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷനൊക്കെ വെച്ച് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതിനെയാണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസ് ബേസ് ചെയ്ത് കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുന്നുവെങ്കിൽ അതിനെ CVP അനാലിസിസ് എന്ന് പറയും. അത്രയേ ഉള്ളൂ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഈ CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ്, അതായത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എടുക്കുന്ന കോസ്റ്റ്, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും, പിന്നെ വോളിയം എന്ന് പറയുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് സെല്ല് ചെയ്യുന്നു. അപ്പം പ്രൊഡക്ഷൻ്റെ കോസ്റ്റും സെല്ലിംഗ് പ്രൈസും പിന്നെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്, ഇതിൻ്റെ എല്ലാം വേരിയേഷൻസ് കമ്പനിയിലുണ്ടാകുന്ന പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു, എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും ആ പ്രോഡക്റ്റിൻ്റെ എണ്ണവും ആ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും ഒക്കെ വേരി ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെ അത് അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ പറ്റിയുള്ള അനാലിസിസിനാണ് ഈ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് അനാലിസിസ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദി എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ കോസ്റ്റ് വോളിയം ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓൺ പ്രോഫിറ്റ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും ആ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും ആ പ്രോഡക്റ്റിൻ്റെ വോളിയം, അതായത് എത്ര ക്വാണ്ടിറ്റി വെച്ചാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്, എത്ര ക്വാണ്ടിറ്റി വെച്ചാണ് അത് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോസ്റ്റും അതിൻ്റെ സെല്ലിംഗ് പ്രൈസും അതിൻ്റെ വോളിയം അതിൻ്റെ വേരിയേഷൻസ്, അതായത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ കമ്പനിയുടെ പ്രോഫിറ്റിലുണ്ടാകുന്ന വേരിയേഷൻസ് എങ്ങനെയാണ്, ആ പ്രോഫിറ്റിനെ എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിനെയാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ നെക്സ്റ്റ് ഹയർ അനാലിസിസിനെയാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതിനെ ഈ CVP അനാലിസിസിനെ ബേസ് ചെയ്യുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് തന്നെയാണ്. ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനെല്ലാം നമ്മൾ ഈ CVP അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ നമ്മൾ യൂസ് ചെയ്യും. അപ്പം അതായത് നമ്മളിവിടെ ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഇക്വേഷൻ കണ്ടു. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസും
വേരിയബിൾ കോസ്റ്റ്, അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. ഇത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി കിട്ടും. അതിനെ ഈ സെല്ലിംഗ് പ്രൈസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് ഈവൻ സെയിൽസ് എല്ലാം കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നും പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മളോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷൻസും നമ്മൾ ഈ CVP അനാലിസിസിൽ യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള നമ്മൾ കുറച്ച് ഇക്വേഷൻസും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻസാണ് ഞാനിവിടെ റെഡ് കളറിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻസും കൂടെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ CVP അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. കാരണം ഈ ഫസ്റ്റ് മോഡ്യൂളിൽ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് എടുത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ്, CVP അനാലിസിസിലും പിന്നെ പർച്ചേസ് ഓർ മാനുഫാക്ചറിങ് ഓർ പർച്ചേസ് എന്ന് പറയുന്ന ടോപ്പിക്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അപ്പോൾ അതും അങ്ങനെ എക്സാമിന് ചോദിക്കുന്നുള്ളതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഈ ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാനൊക്കത്തുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആൻസർ കിട്ടും. എക്സാമിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. പക്ഷേ ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഇക്വേഷൻസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 3-4 ഇക്വേഷൻസും കൂടെ നമ്മൾ കാണാതെ പഠിക്കണം. ഈ ഇക്വേഷൻസ് എല്ലാം ലോജിക് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ബേസ് ചെയ്തിട്ടുള്ള ലോജിക് തന്നെയാണ്. ആ ലോജിക് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് അല്ല, ബ്രേക്ക് ഈവൻ സെയിൽസ്, അതായത് എത്ര രൂപയ്ക്കുള്ള സെയിൽസ് പിടിക്കുകയാണെങ്കിൽ കമ്പനി ബ്രേക്ക് ഈവൻ എത്തും, അതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പുതിയൊരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറഞ്ഞുള്ള ഇക്വേഷൻ. ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. ഇത് ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ ഒരു പുതിയൊരു ഇക്വേഷൻ ആണ് ഈ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഈവൻ സെയിൽസിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇതാ ഈ ഒരു ഇക്വേഷൻ. ഇത് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റിയാണ്, ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്. അതിൻ്റെ കൂടെ സെല്ലിംഗ് പ്രൈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. പക്ഷേ നമ്മുടെ പ്രോബ്ലം കിട്ടുന്ന സമയത്ത് ചില സമയത്ത് ഈ പ്രോബ്ലത്തിൻ്റെ ഡാറ്റയിൽ ഈ സെല്ലിംഗ് പ്രൈസ്, ഒരു യൂണിറ്റ് ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോഴുള്ള ആ സെല്ലിംഗ് പ്രൈസോ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള വേരിയബിൾ കോസ്റ്റ്, അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റോ ഒന്നും മെൻഷൻ ചെയ്യത്തില്ല. പകരം അത് മെൻഷൻ ചെയ്യുന്ന ടോട്ടൽ സെയിൽസ് റവന്യൂ എത്രയാണെന്നും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്നായിരിക്കും തന്നിരിക്കുന്നത്. അതായത് എത്രയോ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്ത്, എത്ര പ്രോഡക്റ്റ്സാണ് സെല്ല് ചെയ്തെന്ന് അറിയത്തില്ല, എത്രയോ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്തപ്പം കുറേ സെയിൽസ് റവന്യൂ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. ആ സെയിൽസ് റവന്യൂ എത്രയെന്നായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ എത്ര പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി എന്നറിയത്തില്ല, എന്താണെന്നല്ല മൊത്തം ആ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉള്ള വേരിയബിൾ കോസ്റ്റ് എത്രയായി എന്നുമായിരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. പിന്നെ കോൺട്രിബ്യൂഷൻ റേഷ്യോ, ഈ കോൺട്രിബ്യൂഷൻ റേഷ്യോയെ ഫിക്സഡ് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഇതേ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചും കിട്ടും, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ റേഷ്യോ. ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും തന്നിരിക്കത്തില്ല ക്വസ്റ്റ്യനിൽ. പകരം ടോട്ടൽ സെയിൽസ് റവന്യൂവും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, എത്ര പ്രോഡക്റ്റ്സ് ആണ് വിറ്റതെന്നോ എത്ര പ്രോഡക്റ്റ്സ് ആണ് മാനുഫാക്ചർ ചെയ്തതെന്നോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കത്തില്ല. പകരം ടോട്ടൽ സെയിൽസ് റവന്യൂ എത്ര കിട്ടിയെന്നും അത്രയും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് മൊത്തം എത്ര വേരിയബിൾ കോസ്റ്റ് ആയി എന്നുള്ള ഡാറ്റ ആയിരിക്കും എക്സാമിന് തരുന്നത്, പ്രോബ്ലത്തിൽ തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം കോൺട്രിബ്യൂഷൻ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ദാ ഇവിടെ തന്നിട്ടുള്ളത്. സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് റവന്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ പോലെ എടുക്കുമ്പോഴേക്കും നമുക്ക് കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ കിട്ടും. അതിനെ ഫിക്സഡ് കോസ്റ്റിന് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. ഈ ഒരു ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള പ്രൊഡക്ഷൻ കോസ്റ്റും ആയിരിക്കത്തില്ല ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പകരം മൊത്തം സെയിൽസ് റവന്യൂവും മൊത്തം വേരിയബിൾ കോസ്റ്റ് എത്രയെന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കോൺട്രിബ്യൂഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ആ കോൺട്രിബ്യൂഷൻ റേഷ്യോ ഫിക്സഡ് കോസ്റ്റിന് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസും കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഇത് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത് നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. പ്രോഫിറ്റ് എത്രയെന്ന് പറഞ്ഞാൽ എത്ര കോൺട്രിബ്യൂഷൻ കിട്ടി, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് റിമൂവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇത് ബേസിക് ആയിട്ട് നമുക്ക് ലോജിക്ക് വെച്ച് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് ഓർത്ത് വയ്ക്കാം. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, അതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഇവിടെ ഈ PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറയുന്ന സംഭവമുണ്ട്. ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നിരിക്കും. അതാണ് തന്നിട്ടുള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റിനെ ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ റേഷ്യോ ആയിരുന്നു. അതിന് പകരം ചിലപ്പം PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആയിരിക്കാം ചിലപ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫിക്സഡ് കോസ്റ്റിന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. ഈ പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്നുള്ളത് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്.
ചില ക്വസ്റ്റ്യനിൽ ഈ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ പറ്റിയേ കാണത്തില്ല, അതിൻ്റെ ഒരു ഡേറ്റയെ കാണത്തില്ല. പകരം കോൺട്രിബ്യൂഷൻ ആയിരിക്കാം ചിലപ്പം ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷനും ആ സെയിൽസ് റവന്യൂവും തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ഈ PV പ്രോഫിറ്റ് വോളിയം റേഷ്യോ കിട്ടും. അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന സംഭവം ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പകരം കോൺട്രിബ്യൂഷനാണ് തന്നിട്ടുള്ളത് എങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കോൺട്രിബ്യൂഷനും സെയിൽസ് തമ്മിലുള്ള റേഷ്യോ എടുക്കപ്പോഴും നമുക്ക് ഈ PV റേഷ്യോ എന്ന സംഭവം കിട്ടും. ആ PV റേഷ്യോ എന്ന ഫാക്ടറിനെ ഫിക്സഡ് കോസ്റ്റിനും ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് ഈവൻ സെയിൽസും കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസ് കൂടെ കാണാതെ പഠിക്കാം. ഇനി ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് 3 ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ തന്നിട്ടുള്ള നോട്ട്സിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ വായിക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാവും. FM incurs ഫിക്സഡ് കോസ്റ്റ് 8,000 rupees. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 8,000 rupees ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20,000 rupees ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് അല്ല തന്നിട്ടുള്ളത്, എത്രയോ യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്തു. എന്തായിരുന്നാലും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 20,000 ആയിട്ട് തന്നിട്ടുണ്ട്. എത്ര പ്രോഡക്റ്റ്സ് ആണ് ഉണ്ടാക്കിയത്, മാനുഫാക്ചർ ചെയ്തതെന്നൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് 30,000 തന്നിട്ടുണ്ട്. മൊത്തം 30,000 rupeesൻ്റെ സെയിൽസും നടന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് സെല്ല് ചെയ്തു എന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് റവന്യൂ എത്രയാണെന്ന് 30,000 തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ, അതായത് S-V, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ ഒക്കത്തില്ല, കാരണം ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസും ഈ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ആണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല, മൊത്തം വേരിയബിൾ കോസ്റ്റ്, മൊത്തം സെയിൽസ് റവന്യൂ എത്രയാണെന്നൊക്കെ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനൊക്കത്തില്ല ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടെത്താനായിട്ട്. പകരം നമുക്ക് ഈ കോൺട്രിബ്യൂഷൻ റേഷ്യോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത് സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡ് ബൈ സെയിൽസ് റവന്യൂ ആണ് കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ സെയിൽസ് റവന്യൂ 30,000 തന്നിട്ടുണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 20,000 തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ കോൺട്രിബ്യൂഷൻ റേഷ്യോ കണ്ടെത്തുന്നു. ഈ കോൺട്രിബ്യൂഷൻ റേഷ്യോയെ ഫിക്സഡ് കോസ്റ്റിനും ഡിവൈഡ് ചെയ്യപ്പെടും. ഫിക്സഡ് കോസ്റ്റ് 8,000 തന്നിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റിനും ഡിവൈഡ് ചെയ്യപ്പെടും. ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 24,000. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. ഈ 20,000 ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ 20,000 rupeesൻ്റെ സെയിൽസ് പിടിക്കുമ്പോൾ തന്നെ ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞു, അതായത് മുടക്കിയ കാശ് കിട്ടിക്കഴിഞ്ഞു എന്നാണ് മീനിങ്. മുടക്കിയ കാശ് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് കോസ്റ്റും റിക്കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ 24,000 ഈ ഒരു ഫിക്സഡ് കോസ്റ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ 8,000 rupees ഈ 24,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 24,000 നിന്ന് ഈ ഫിക്സഡ് കോസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി വേരിയബിൾ കോസ്റ്റ് അവിടെ കിട്ടും. 24,000 നിന്ന് 8,000 rupees റിമൂവ് ചെയ്യുകയാണെങ്കിൽ 16,000 എന്ന വേരിയബിൾ കോസ്റ്റ് കിട്ടും. അതൊക്കെ അതവിടെ നിൽക്കട്ടെ, അതൊന്നും എന്തായാലും ഇതിൽ ചോദിച്ചില്ലല്ലോ. ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പെർ യൂണിറ്റിനെ പറ്റിയൊന്നും ചോദിച്ചില്ല, എത്ര യൂണിറ്റ്സിനെ പറ്റിയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാത്തതുകൊണ്ട് നമ്മൾ സെയിൽസ് ആ ടേംസിലായിരിക്കും ബ്രേക്ക് ഈവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര റുപ്പീസിൻ്റെ സെയിൽസാണ് അവിടെ പിടിക്കേണ്ടത് ബ്രേക്ക് ഈവൻ എത്താനായിട്ട്. 24,000 സെയിൽസ് അത് പിടിക്കപ്പോഴേക്കും ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞു, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വരെ റിക്കവർ ചെയ്ത് കഴിഞ്ഞു, ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞു. ഈ 24,000-നെക്കാളും കൂടുതൽ സെയിൽസ് എത്ര ഉണ്ടാവും അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് കമ്പനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ 3 വാല്യൂസ്, ടോട്ടൽ റവന്യൂവും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റേ തന്നിട്ടുള്ളൂ. അതിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഇക്വേഷൻ ആണെങ്കിൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനൊക്കത്തുള്ളൂ. എക്സാമിന് 8 മാർക്സ് അല്ലെങ്കിൽ 10 മാർക്സ് ആണ് ഈ പ്രോബ്ലത്തിനുള്ള. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഇക്വേഷൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ആൻസർ കണ്ടെത്താം. മിനിമം 8 മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. 8 അല്ലെങ്കിൽ 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ 3-4 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. ഇതും 10 to 12 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ് ഇത് എത്രയാണ്? 2 lakhs ആണോ? 100,000 lakh 10 lakhs 20 lakhs ആണോ? 20 lakhs ആണ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 100 rupees. നമുക്ക് ഈസി ആയിട്ട് ഒരു യൂണിറ്റിൻ്റെ വേരിയബിൾ കോസ്റ്റ് എത്രയും തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള വേരിയബിൾ കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് 20 lakhs ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടെത്താനുള്ളത് ബ്രേക്ക് ഈവൻ സെയിൽസ് ക്വാണ്ടിറ്റി, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ് എത്രയാണെന്ന് കണ്ടെത്തണം. ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ
മൂന്നാമത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഇപ്പോൾ 60,000 ആണെന്ന് വെച്ചു. 60,000 ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയത്തില്ല. ആക്ച്വൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി 60,000 ആണ് എങ്കിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട്, എത്രത്തോളം മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ട്, ഈ 3 കാര്യങ്ങളാണ് കണ്ടെത്താനുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ബ്രേക്ക് ഈവൻ സെയിൽസ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. നമുക്ക് വേറെ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്കിവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എത്രയാണെന്ന് കിട്ടും. ഇവിടെ 20 lakhs ഫിക്സഡ് കോസ്റ്റ് 20 lakhs ആണ്. അതിനെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 200 - 100 ആണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആൻസർ 20,000 എന്ന് കിട്ടുന്നു. അതായത് 20,000 യൂണിറ്റ്സ് വിറ്റാൽ മാത്രമേ ബ്രേക്ക് ഈവൻ എത്തത്തുള്ളൂ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ്, ഈ ഫിക്സഡ് കോസ്റ്റ് വരെ റിക്കവർ ചെയ്യുന്ന ഈ 20 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു ഫിക്സഡ് കോസ്റ്റ് ആയിട്ട്, അതുവരെ നമുക്ക് റിക്കവർ ചെയ്യാം ഈ 20,000 യൂണിറ്റ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20,000 യൂണിറ്റ്സ് ആയി. ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. രണ്ടാമത്തത് ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ്. ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഈ 20,000 യൂണിറ്റിനെ സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടും. അപ്പോൾ ഈ 20,000 അല്ലെങ്കിൽ ഇതാ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഈ പാർട്ട് ആൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതിനെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ടോട്ടൽ സെയിൽസ് റവന്യൂ, അതായത് ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. അത് 40 lakhs ആണെന്ന് തോന്നുന്നു. 40 lakhs ആണ്. അതായത് 40 lakhs സെയിൽസ് റവന്യൂ, 40 lakhs സെയിൽസ് നമ്മൾ നടത്തപ്പോഴേക്കും ഫുൾ ഫിക്സഡ് കോസ്റ്റ് വരെ റിക്കവർ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ബ്രേക്ക് ഈവൻ സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് കോൺട്രിബ്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് 200 rupees മൈനസ് 100 rupees എന്ന് പറയുമ്പോൾ 100 rupees ആണ് പെർ യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 100 rupees ആണ്. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് ആക്ച്വൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി 60,000 ആണ് എങ്കിലുള്ള കോൺട്രിബ്യൂഷനും മാർജിൻ ഓഫ് സേഫ്റ്റിയാണ് ചോദിക്കുന്നത്. അതായത് 60,000 പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ മൊത്തം കോൺട്രിബ്യൂഷനായിട്ട് എത്ര രൂപ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഒരു യൂണിറ്റ് വിൽക്കുമ്പം 100 rupees ആണ് കോൺട്രിബ്യൂഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ 60,000 ആണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ 60,000-നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 60,000 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും 60 lakhs അല്ലേ, 60 lakhs ആയിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പം 60,000 യൂണിറ്റ്സ് നമ്മൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ 60 lakhs കോൺട്രിബ്യൂഷനായിട്ട് കിട്ടുന്നു. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 20,000 എത്തപ്പോഴേക്കും നമ്മൾ ബ്രേക്ക് ഈവൻ എത്തിക്കഴിഞ്ഞു. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള 40,000 യൂണിറ്റ്സ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 60,000 യൂണിറ്റ്സ് സെല്ല് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈഡ് ബൈ 100 എടുക്കപ്പോഴേക്കും 60 lakhs കോൺട്രിബ്യൂഷനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. അത് കോൺട്രിബ്യൂഷൻ. ഇനി അടുത്ത മാർജിൻ ഓഫ് സേഫ്റ്റി. ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി ക്ലിയർ ആയിട്ട് പറയുന്നില്ല. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ് ആണോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊന്നും നമുക്ക് പറയുന്നില്ല. നമുക്ക് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആക്ച്വലായിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ് സെയിൽസ് നടത്തിയത് അതിനെ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയാണെന്ന് കിട്ടും. ഇവിടെ 60,000 ആണ് പ്രൊഡക്ഷൻ ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി നമ്മൾ ഇവിടെ ബ്രേക്ക് ഈവൻ ക്വാണ്ടിറ്റി 20,000 എന്ന് കണ്ടെത്തി. ഇതിന് രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എടുക്കുമ്പോഴേക്കും 40,000 യൂണിറ്റ്സ് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് കിട്ടുന്നു. അതേപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 60,000 ആണ് സെയിൽസ് എന്നുള്ളത്. 60,000 സെല്ലിംഗ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ബ്രേക്ക് ഈവൻ സെയിൽസ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ 80,000 യൂണിറ്റ്സ് ഇവിടെ ഇത് ഈ യൂണിറ്റ്സ് അല്ല റുപ്പീസാണ്, മിസ്റ്റേക്കാണ്. യൂണിറ്റ്സ് എന്നല്ല കുറിക്കേണ്ടത്, റുപ്പീസാണ് വരുന്നത്. കാരണം ഇവിടെ എമൗണ്ട് റുപ്പീസിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. കാരണം ഇതും റുപ്പീസാണ്, ഈ 200 ഇതും റുപ്പീസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ യൂണിറ്റ്സ് ആയിട്ട് വരത്തില്ല, റുപ്പീസായിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ 8 lakhs അല്ലേ, 8 lakhs റുപ്പീസാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കണ്ടായിരുന്നു, ഈ വീഡിയോയിലും ഇപ്പോൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇത് 10 to 12 മാർക്സിൻ്റെ പ്രോബ്ലം ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് സ്വയം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ 2 പ്രോബ്ലം സോൾവ് ചെയ്ത സെയിം മെത്തേഡ് ഉപയോഗിച്ച് തന്നെയാണ് ഈ മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഇപ്പം കമ്പനി സെയിൽസ് എന്ന് പറയുന്ന 1,20,000 സെയിൽസ് തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 25,000 ആണ്, വേരിയബിൾ കോസ്റ്റ് 45,000 ആണ്. അപ്പം പെർ യൂണിറ്റിൻ്റെ വാല്യൂ അല്ല തന്നിട്ടുള്ളത്, മൊത്തം സെയിൽസ് എത്ര കിട്ടിയെന്നും
മൊത്തം അത്രയും പ്രോഡക്ട്സിൻ്റെ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്രയാണെന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. നമുക്കിവിടെ അത് ഉപയോഗിച്ച് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് സെയിൽസിൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം, മാർജിൻ ഓഫ് സേഫ്റ്റി. ഈ 4 കാര്യങ്ങളാണ് കണ്ടെത്താനുള്ളത്. ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് കിട്ടും. ബ്രേക്ക് അനാലിസിസിൻ്റെ ലോജിക്ക് തന്നെയാണ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ കോൺട്രിബ്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ സെയിൽസ് എന്നുള്ള 1,20,000 റുപ്പീസാണ് സെയിൽസ്. അതിൽ നിന്ന് 45,000 വേരിയബിൾ കോസ്റ്റായി 45,000 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും 75,000 കോൺട്രിബ്യൂഷനായിട്ട് കിട്ടുന്നു. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഈ കോൺട്രിബ്യൂഷൻ ഇപ്പം കിട്ടിയ ഈ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്നോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. അപ്പം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 75,000 ആണ്. ഫിക്സഡ് കോസ്റ്റ് 25,000 തന്നിട്ടുണ്ട്. അത് 75,000 25,000 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴേക്കും 50,000 നമുക്ക് കമ്പനിക്ക് കിട്ടിയ പ്രോഫിറ്റായിട്ട് നമുക്കിവിടെ കിട്ടുന്നു. ഇനി അടുത്ത ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മറ്റേ ബേസിക് ഇക്വേഷൻ യൂസ് ചെയ്യാനൊക്കത്തില്ല. പകരം നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. ഈ കോൺട്രിബ്യൂഷൻ റേഷ്യോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ബ്രേക്ക് ഈവൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം കോൺട്രിബ്യൂഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ സെയിൽസ് റവന്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്, 1,20,000 തന്നിട്ടുണ്ട്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കോൺട്രിബ്യൂഷൻ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ആ കോൺട്രിബ്യൂഷൻ റേഷ്യോയെ ഫിക്സഡ് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക് ഈവൻ സെയിൽസും കിട്ടും. അതിവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കോൺട്രിബ്യൂഷൻ റേഷ്യോ 0.625 എന്ന് കിട്ടുന്നു. അതിന് ഫിക്സഡ് കോസ്റ്റ് 25,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും 40,000 റുപ്പീസായിട്ട് ബ്രേക്ക് ഈവൻ സെയിൽസ് കിട്ടുന്നു. അതായത് 40,000 റുപ്പീസിൻ്റെ സെയിൽസ് നടക്കുമ്പോഴേ കമ്പനി ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ എത്ര സെയിൽസ് നടത്തിയാലും കമ്പനിക്ക് ലാഭം തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 40,000 ആണ് ബ്രേക്ക് ഈവൻ സെയിൽസ്. പക്ഷേ കമ്പനി 1,20,000 സെയിൽസ് നടത്തിയിട്ടുണ്ട്. അതായത് എബോവ് 40,000 എത്ര ഉണ്ടാവുന്നു അതിനനുസരിച്ച് അത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് 50,000 ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് മാർജിൻ ഓഫ് സേഫ്റ്റി. ഇവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം യൂണിറ്റ്സിനെ പറ്റിയൊന്നും പറയുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വൽ സെയിൽസ് എത്രയാണോ അതിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസിന് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ ആക്ച്വൽ സെയിൽസ് ഇവിടെ 1,20,000 എന്ന ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് ആയി 40,000 റിമൂവ് ചെയ്യുമ്പോഴേക്കും 80,000 റുപ്പീസ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ 80,000 ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ സെയിൽസ്. അപ്പോൾ ഈ ക്വസ്റ്റിന് സിമ്പിളായിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ എല്ലാം കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റിനും 10 to 12 മാർക്സിൻ്റെ ക്വസ്റ്റിനായിട്ടായിരിക്കും യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നത്. ഇനിയും ഒരു 1-2 ക്വസ്റ്റിനും കൂടെ ഞാൻ തന്നിട്ടുണ്ട്, നോട്ട്സിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇതേ സെയിം ലോജിക്കൊക്കെ ഉപയോഗിച്ച് സെയിം ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് തന്നെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് ഈവൻ അനാലിസിസ് തന്നെയാണ്, അതിൻ്റെ ഒരു ഹയർ വെർഷനെയാണ് CVP അനാലിസിസ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിക്കുക. ഈ ഇക്വേഷൻസ് കാണാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.